പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ജനകീയ ായിരുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം വളരെ പ്രത്യേകതയായിരുന്നു. ജനങ്ങളുടെ പരാതിയിൽ പരിഹാരമുണ്ടാക്കാൻ പോസിറ്റീവായിട്ടൊരു സമീപനമാണ് എല്ലാവരും സ്വീകരിച്ചത്. അതാണ് ജനസമ്പർക്ക പരിപാടിയിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണാൻ സാധിച്ചത്. എങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ സാധിക്കും, എങ്ങനെ ഒരു ചോദ്യത്തിന് പോസിറ്റീവായിട്ട് മറുപടി പറയാൻ സാധിക്കും. എതിര് പറയണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് എതിര് പറയാം, തടസ്സങ്ങൾ പറയണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ തടസ്സങ്ങൾ പറയാം. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെല്ലാം പോസിറ്റീവായിട്ടാണ്. ആ പോസിറ്റീവ് അപ്രോച്ചാണ് നമ്മുടെ ഭരണത്തെ വളരെ ചലനാത്മകമാക്കി മാറ്റുന്നത്. ജനങ്ങളുടെ ഉന്നയിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നേടിക്കൊടുക്കാൻ സാധിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തില്ല, പറഞ്ഞാൽ ശരിയുമാകത്തില്ല. പക്ഷേ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. മറിച്ച് പലപ്പോഴും എതിർപ്പ് വരുന്നത് എങ്ങനെയാണ്? ഒരാവശ്യം ഉന്നയിക്കുമ്പോൾ അതിനെങ്ങനെ തടസ്സവാദം പറയാൻ പറ്റും എന്ന് ആലോചിക്കുമ്പോഴാണ് ജനങ്ങൾ അസ്വസ്ഥരാകുന്നത്. മറിച്ച് ഒരു പ്രശ്നം വരുമ്പോൾ, ഒരാവശ്യം വരുമ്പോൾ, ഒരു പരാതി വരുമ്പോൾ അതിനനുകൂലമായി പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക. ഒരു കാരണവശാലും പറ്റില്ലെങ്കിൽ ആ കാര്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ജനസമ്പർക്ക പരിപാടിയിൽ കണ്ടത് ആ വലിയൊരു മാറ്റമാണ്. എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും, അതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ്. ഓക്കെ.